സംസ്ഥാനത്ത് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടാണ്. സംസ്ഥാനത്ത് കാസർഗോഡ്, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകൾ ഒഴികെ ബാക്കി എല്ലായിടത്തും യെല്ലോ മുന്നറിയിപ്പാണ്. തീരുമാനമായി കെ ശൈലജ പേരാവൂരിൽ മത്സരിക്കും. കെ ശൈലജ പേരാവൂരിൽ തന്നെ മത്സരിക്കും. ഇത് സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. നാളെ സംസ്ഥാന സമിതിയിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകും. തളിപ്പറമ്പിൽ PK ശ്യാമളയും പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനും മത്സരിക്കും. ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രനാണ് സ്ഥാനാർത്ഥി. MM മണിക്ക് വേണ്ടി ഉയർന്ന വാദം കണക്കിലെടുത്തില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പൊട്ടിത്തെറി, RSPയിൽ കലഹം. കൊല്ലത്ത് RSP ഇരവിപുരം മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. ഇരവിപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് രാജി പ്രഖ്യാപിച്ച മണ്ഡലം സെക്രട്ടറി N നൌഷാദ് യോഗത്തിലെത്തിയത് തർക്കത്തിന് വഴിവെച്ചു. നൌഷാദിന്റെ രാജി പാർട്ടി സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചിരുന്നില്ല. ഇരവിപുരത്തേക്ക് ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിൽ ഒന്നായിരുന്നു നൌഷാദിന്റേത്. സമവായ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടി എത്തിയതിൽ NK പ്രേമചന്ദ്രനെ നൌഷാദ് വിമർശിച്ചിരുന്നു. പരസ്യ പ്രസ്താവന നടത്തിയ നൌഷാദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് മണ്ഡലം കമ്മിറ്റി അംഗം ബിജു ലക്ഷ്മികാന്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധിച്ചത്. കയ്യാങ്കളിയുടെ വക്കുവരെ എത്തിയ തർക്കം നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിക്കുകയായിരുന്നു. സീമാ വിനീത് ഉൾപ്പെടെ 15 ട്രാൻസ്ജെൻഡേഴ്സ് BJPയിലേക്ക്. തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡേഴ്സ് BJPയിലേക്ക്. പാർട്ടി അംഗത്വം നൽകിയ സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ, മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമാ വിനീത്, ഭരതനാട്യം കലാകാരി അദ്രജ തുടങ്ങിയവരാണ് അംഗത്വമെടുത്തത്. നിരവധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അംഗത്വമെടുത്തു. ആകെ 15 പേർ അംഗത്വമെടുത്തു. മാരാർജി ഭവനിൽ വെച്ചായിരുന്നു ചടങ്ങ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ സർക്കാരിനെതിരെ VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സർക്കാരിനെയും അന്വേഷണ സംഘത്തെയും രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ പാകത്തിന് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പ്രസക്തിയില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രതികൾക്ക് ജാമ്യം നേടി പുറത്തിറങ്ങാൻ അവസരമൊരുക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും അകത്തുള്ളവരെ രക്ഷിച്ചില്ലെങ്കിൽ പുറത്തുള്ള വമ്പന്മാർ കുടുങ്ങുമെന്ന ഭയമാണ് ഇതിന് പിന്നിലെന്നും സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു.